നമസ്തേ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ജ്യോതിഷത്തിനേക്കാൾ രസമുള്ള അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ തന്നെ ഏറ്റവും രസമുള്ള ഒരു സബ്ജക്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളിലെ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന തരത്തിലാണ് നമ്മുടെ കോശങ്ങൾ നിർവഹിച്ചു വെച്ചിരിക്കുന്നത്. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഇതിനൊരു ഓർഡറും ഉണ്ട്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനം, ആനന്ദം. അവസാനം എന്തു തന്നെയാണെങ്കിൽ എൻ്റെ ആനന്ദത്തിലാണ്. ആനന്ദത്തിന് വേണ്ടിയാണ്, നിർവൃതിക്ക് വേണ്ടിയാണ്, ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. ഒരു രസം അതാണ്. ഈ ആനന്ദത്തിന് വേണ്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എഫേർട്ടും ഏറ്റവും കൂടുതൽ ധനവും ഏറ്റവും കൂടുതൽ ശേഷിയും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ഈസിയാണ് ഈ കാര്യം. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു നിയറസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു സിനിമ റിലീസായി, കൂലി. ഏകദേശം 600 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 600 കോടിയും ഇൻവെസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തെങ്കിലും ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, വേറെന്തെങ്കിലും ആനന്ദമല്ലാതെ, ഹാപ്പിനെസ് അല്ലാതെ, സന്തോഷമല്ലാതെ എന്തെങ്കിലും ഒരു ബൈ പ്രൊഡക്റ്റ്. അത് ഇന്റലിജന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണോ, ഒരു സയന്റിഫിക്കൽ ഡെവലപ്മെന്റ്, കണ്ടുപിടുത്തം നടത്താനോ? ഒന്നുമല്ല, വെറും എന്റർടൈൻമെന്റ്, ആനന്ദം. ലോകത്ത് ഏറ്റവും കൂടുതൽ ധനം ചെലവഴിക്കപ്പെടുന്നതും എഫേർട്ട് ചെലവഴിക്കപ്പെടുന്നതും എല്ലാം ആനന്ദത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് സത്യം. അതിന്റെ ഉദാഹരണമാണ് കൂലി. അപ്പോ ആനന്ദത്തിന് ഉപയോഗിക്കുന്ന 4 ഹോർമോണുകൾ, എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറിട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഈ 4 ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ നടക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് സന്തോഷം തരും. ഭക്ഷണം, കണ്ണിന് ആനന്ദം തകരുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ആനന്ദം ആസ്വദിക്കും. മനസ്സിലൂടെ അധികമായി, ഭാവനകളിലൂടെ, ചിന്തയിലൂടെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആനന്ദം ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഒരുപാട് എഫർട്ട് ആനന്ദത്തിന് വേണ്ടി ഇടുന്നുണ്ട്. പല രാജ്യങ്ങൾക്ക് ആനന്ദമുണ്ട്, വ്യക്തികൾക്ക് ആനന്ദമുണ്ട്, നേതാക്കൾക്ക് ആനന്ദമുണ്ട്, അല്ലെ? ഓരോരുത്തർക്കും അവരവരുടെ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ആനന്ദത്തിന് വേണ്ടി ഒരുപാട് ക്രിയകളാണ് ചെയ്യുന്നത്. ആ ക്രിയകൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഒരുപാട് റിസ്ക് ഉണ്ടാക്കാം, പക്ഷെ അദ്ദേഹത്തിന് എക്സ്പെൻസീവാണ്. അദ്ദേഹം ചെയ്യുന്ന പലതും എക്സ്പെൻസീവ് ആയിരിക്കും. അതൊരു ആനന്ദമാണ്. കാര്യം അദ്ദേഹത്തിന്റെ വിജയം, ഞാൻ നേടി, അല്ലെങ്കിൽ ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതുകൊണ്ട്, അത് അദ്ദേഹത്തിന്റെ ആനന്ദത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള വർക്കാണ്. അപ്പൊ അധികാരം ഏറ്റവും നോബൽ പ്രൈസ് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ വളരെ അധികാരപൂർണമായിരിക്കണം. അപ്പൊ അധികാരം ഒരു ആനന്ദമാണ്. എല്ലാം ആനന്ദമാണ്, അവസാനിക്കുന്നത് ആനന്ദത്തിലാണ്. ഇതുകൊണ്ടാണ് പണ്ടുള്ള ഋഷീശ്വരന്മാര് ആനന്ദത്തെ അടയാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് ധ്യാനം ചെയ്തിട്ട് അവർ ഒരു എക്സ്പെൻസും ഇല്ലാതെ പ്രകൃതിദത്തമായി അവർക്ക് ആനന്ദം നേടാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആനന്ദം നേടാൻ നമുക്ക് എക്സ്പെൻസീവും ആവാം, സംഭരിച്ച് ഒരുപാട് ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ആനന്ദം നേടാം. ഒരു ദ്രവ്യവും ഉപയോഗിക്കാതെ വളരെ ശുദ്ധമായ വായു, ചെറിയ ഭക്ഷണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആനന്ദം നേടാം. ഇതെങ്ങനെയാണ് ജ്യോതിഷത്തോട് ബന്ധപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. ഒരു വ്യക്തിയുടെ എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്? ആനന്ദം നേടാൻ വേണ്ടിയാണ്, അല്ലേ? ആനന്ദത്തിന് ബേസ് ചെയ്യുക, ആനന്ദം കിട്ടാൻ വേണ്ടിയാണ് പേരൻസ് നമ്മളോട് നല്ല വിദ്യാഭ്യാസം എടുക്കാന്ന് പറയുന്നതും. നമ്മൾ നല്ല സ്കൂളിൽ പോയി പഠിച്ച് നമ്മൾ നല്ല വിദ്യാഭ്യാസം നേടി, നല്ല മാർക്ക് നേടി, നല്ലൊരു ജോലി നേടി, നല്ലൊരു കമ്പനിയിലെ ജോലി നേടി, ഇതെല്ലാം ആനന്ദമാണ്. അതാണ് നമ്മുടെ പാഷനാണ്, നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ താല്പര്യമാണ്, നമ്മുടെ ആനന്ദമാണ്. എനിക്ക് ഇതാണ് പഠിക്കേണ്ടത്, ഞാൻ നല്ലൊരു ഡോക്ടറാവും, നല്ലൊരു എയറോനോട്ടിക്സ് എഞ്ചിനീയർ ആവും, അല്ലെങ്കിൽ നല്ലൊരു IT എഞ്ചിനീയർ ആവും. അങ്ങനെ നമ്മൾ ഇതെല്ലാം നമ്മുടെ ആനന്ദമാണ്. ഈ ആനന്ദത്തിന് വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്. എന്നിട്ട് നമ്മൾ ജോലി നേടും, അതൊരു ആനന്ദമാണ്. പിന്നെ കമ്പനിയിലെ TCSലാണ്, അല്ലെങ്കിൽ M&M ലാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആനന്ദിക്കുകയാണ്. നമ്മുടെ ജോലി,
ഞാൻ അധ്യാപകനാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, എല്ലാം നമുക്ക് ആനന്ദമാണ്. നമ്മളെ ആത്മവിശ്വാസം, ആനന്ദം, കോൺഫിഡൻസ് ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ആനന്ദമാണ്. ഈ ആനന്ദത്തിന് വേണ്ടി നമ്മൾ വിദ്യാഭ്യാസം നേടുന്നു, ഭക്ഷണം കഴിക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു, അറിവ് നേടുന്നു, ജോലി നേടുന്നു, ധനം സമ്പാദിക്കുന്നു. ധനം സമ്പാദിക്കുന്നതിന് കുടുംബം ഉണ്ടാവുന്നു, കുടുംബം ഉണ്ടാക്കുന്ന ആനന്ദമാണ്. നമ്മൾ ഒരു കുടുംബം, സൊസൈറ്റിക്ക് മുമ്പിൽ നമുക്കൊരു ആനന്ദം. പലതരം ആനന്ദങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം ഫിനിഷ് ചെയ്യുമ്പോഴും, പക്ഷെ അവസാനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പലരും നമുക്കൊന്നും ആനന്ദം തന്നിട്ടില്ല. ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന 4 ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്കിത് ഉണ്ടാവുന്നില്ല. പലരുടെയും ഒരു പ്രശ്നമാണ്. ഈ ആനന്ദം ഉണ്ടാവണമെങ്കിൽ അതിന് ചില ജാതക നിലകൾ ആവശ്യമാണ്, നല്ല ജാതക നിലകൾ. അപ്പൊ ആദ്യം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വങ്ങളുണ്ട്. അപ്പൊ ആ ഗ്രഹങ്ങൾ, ഏത് ഗ്രഹമാണോ നമ്മുടെ ജാതകത്തിലെ ഏറ്റവും അതീതമായ ശുഭത്വത്തിൽ നിൽക്കുന്നത്, ആ ഗ്രഹത്തിന്റെ കാരകത്വങ്ങളിലായിരിക്കും നമുക്ക് ആനന്ദം ഉണ്ടാവുക. നമ്മൾ ഉത്കൃഷ്ടമായിട്ടുള്ള ആനന്ദം നേടാൻ കഴിയുക നമുക്ക് ആ പ്രധാന ശുഭമായി നിൽക്കുന്ന ഗ്രഹത്തിന്റെ കാരകത്വങ്ങളായിരിക്കും. അപ്പൊ ഗ്രഹകാരകത്വങ്ങൾ മനസ്സിലാക്കുക, പ്ലസ് ഏത് ഗ്രഹമാണ് ഏറ്റവും ശുഭത്വം എന്ന് മനസ്സിലാക്കുക. അതായിരിക്കും നമുക്ക് ഏറ്റവും ആനന്ദം തരും. പക്ഷെ എല്ലാവർക്കും ജീവിതത്തിൽ ആനന്ദം നേടാൻ പറ്റുമോ? പറ്റില്ല. 80% പേർക്കും പറ്റില്ല എന്നുള്ളതാണ്. 20% പേർക്ക് മാത്രമേ അത് സാധ്യമുള്ളൂ. ചിലർക്ക് ധനസമ്പാദനം ആനന്ദമായിരിക്കും. മുകേഷ് അംബാനിനെ പോലെ, ടാറ്റയെ പോലെ അവര് ധനസമ്പാദനത്തെ ഒരു ആനന്ദമായി കാണുന്നുണ്ടാവും. ചിലവര് വിദ്യാസമ്പാദനത്തെ ആനന്ദമായി കാണുന്നുണ്ടാവും. ചിലവര് ബ്യൂട്ടി, അലങ്കാരങ്ങൾ ആനന്ദമായി കാണുന്നവരും പല സ്ത്രീകളിലും കാണാം. അലങ്കാരങ്ങൾ, നല്ല ആഭരണങ്ങൾ ധരിക്കുന്നത്, രത്നം ധരിക്കുന്നത്, അതെല്ലാം നമുക്ക് ആനന്ദം നൽകും. ചിലവർ നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണത്തിൽ വളരെ പ്രിയമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഹോട്ടലുമായി ബന്ധപ്പെട്ട ആനന്ദങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈ ആനന്ദം എന്ന് പറയുന്നത് ചിലവർക്ക് അധികാരത്തിന്റെ മുകളിൽ ആനന്ദം ഉണ്ടാവും. ഇങ്ങനെ ആനന്ദം എന്ന് പറയുന്നത് ഗ്രഹത്തിന്റെ ഏറ്റവും ശുഭമായി നമ്മുടെ ജാതകത്തിൽ ഏത് ഗ്രഹമാണോ ഉള്ളത്, ആ ഗ്രഹത്തിന്റെ പ്രവൃത്തിയിലാണ് നമുക്ക് ആനന്ദം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ആനന്ദത്തിനെ നമ്മൾ ഏറ്റവും ശുഭഗ്രഹവുമായി ബന്ധപ്പെട്ടു. പക്ഷെ ഒരു ജാതകത്തില് ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹത്തിന്റെ കാരകത്വം വർക്കാവണമെങ്കിൽ നമുക്ക് യോഗദശകൾ ഉണ്ടാവണം. പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് അനുകൂലമായ ഡ്രൈവേഴ്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു, ദശകൾ എപ്പോഴും ഡ്രൈവറെ പോലെയാണ്, വണ്ടിയുടെ ഡ്രൈവറെ പോലെയാണ്. ലഗ്നം വന്നിട്ട് വണ്ടിയാണ്, ഒരു നല്ല വണ്ടിയാണ് ലഗ്നം. മാറി വരുന്ന ഡ്രൈവറാണ് ദശകൾ. അപ്പോൾ നല്ല വണ്ടി മാത്രം ഉണ്ടായാൽ പോരാ, പ്ലസ് നല്ല ഡ്രൈവർമാർ വേണം. അപ്പൊ യോഗ ദശകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ആനന്ദം കൂടി നിൽക്കും. നല്ല ആനന്ദം, നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബലമുള്ള ഗ്രഹത്തിന്റെ ജോലി നമുക്കുണ്ടാവും. അപ്പൊ ജോലി അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എന്ത് ജോലിയാണ്? ലഗ്നത്തിന് ബലം ഉണ്ടാവുക, നല്ല ദശകൾ ഉണ്ടാവുക, ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹം ഉണ്ടാവുക. ഈ 3 കാര്യങ്ങളാണ് പ്രധാനം. ഇനി ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഏറ്റവും ശുഭത്വം എന്ന് ഉദ്ദേശിക്കുന്നത്? ഗുരുവുമായിട്ടോ ശുക്രനുമായിട്ടോ പൗർണമി ചന്ദ്രനുമായിട്ടോ ഭാഗികമായി ബുധനുമായിട്ടോ ഒക്കെ ബന്ധം വരുന്ന 2 ഗ്രഹങ്ങളുമായിട്ട് ബന്ധം വരുന്ന ഗ്രഹങ്ങളാണ് ഏറ്റവും ശുഭത്വമായിട്ട് എല്ലാവരുടെ ജാതകത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ചിലവർക്ക് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ അത് ഗുരുവോ അല്ലെങ്കിൽ ശുക്രനോ അധിക ശുഭത്വമുള്ള. ഇപ്പൊ അധ്യാപകനൊക്കെ ആണെങ്കിൽ ഗുരുവിന് നല്ല ശുഭത്വം ഉണ്ടെങ്കിൽ നോർമലായിട്ട് അധ്യാപകനാവും. ധനപരമായ ബാങ്കിങ് ജോലികൾ അതൊക്കെ ചെയ്യുന്നവർക്ക്, ധനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ഗുരുവിന്റെ ശുഭത്വം കൊണ്ടാണ്. അധ്യാപനം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നോക്കാം. സൂര്യനാണ് നമുക്ക് ആദ്യത്തെ ഗ്രഹം. ഈ പറഞ്ഞ ആനന്ദത്തിന് വേണ്ടിയാണ് മനുഷ്യൻ എല്ലാവരും ജീവിക്കുന്നത്. ഈ ആനന്ദം എത്ര പേർക്ക് കിട്ടുമെന്നുള്ളതാണ് പ്രധാനം. മിക്കവാറും ആളുകൾ മരണം വരെ ഒരു തരത്തിലുള്ള സംതൃപ്തി ഇല്ലാതെ തന്നെ, ഒന്നും അനുകൂലമല്ല, എല്ലാം നമുക്ക് വിരുദ്ധമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരിച്ചു പോകുന്ന പലരും കാണാം. അവർക്ക് ഒന്നിനും തൃപ്തി വരില്ല. തൃപ്തി എന്ന് പറയുന്നത് ആനന്ദത്തിന് ജസ്റ്റ് മുമ്പുള്ള വർക്കുകളാണ്. അപ്പോൾ ആനന്ദം എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞു വരണം. അപ്പൊ നമുക്ക് ആനന്ദം നേടുന്ന ഓരോ ഗ്രഹങ്ങളുടെയും
കാരകത്വങ്ങൾ, ശുഭത്വ കാരകത്വങ്ങൾ, ആ തൊഴിലായിരിക്കും നമുക്ക് ആനന്ദം തരാം. അപ്പൊ പ്രധാനമായിട്ടും സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് പ്രധാന ഗ്രഹമാണ്. അത് അധികാര ഗ്രഹമാണ്. ചിങ്ങരാശി സിംഹ സ്വഭാവമാണ്. ആ ചിങ്ങരാശിയുടെ നാഥനായ സൂര്യൻ അധികാരത്തെ ദ്യോതിപ്പിക്കുന്നതാണ്. പിതാവ് എന്ന് പറയുന്നത് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ആളാണ്. ചോദ്യം ചെയ്യാൻ പറ്റാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അധികാരിയായിരിക്കുക. പിതാവ് പുത്രന്റെ മുകളിൽ ശരിക്കും അധികാരി തന്നെയാണ്. അതുപോലെ അധികാരമുള്ള ജോലികളോട് ഏറ്റവും താല്പര്യം ഉണ്ടാവും എന്തിന്? സൂര്യന്. അതായത് ഗവൺമെന്റ് ജോലി, IAS, IPS, തനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അധികാരം, മന്ത്രി, MLA, പഞ്ചായത്ത് മെമ്പർ, ഇതിനെല്ലാം വന്ന് സൂര്യന് അതീത ബലം. അധികാരമുള്ള ബലങ്ങൾ എല്ലാം, അധികാരം ഇഷ്ടപ്പെടുന്ന ജാതകന്, ഒരാൾക്ക് അധികാരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന് സൂര്യന് അതീത ബലം ഉണ്ടാവും. ഒന്നുകിൽ ഗുരുയോഗം ഉണ്ടാവാം, ശുക്രയോഗം ഉണ്ടാവാം, ബുധയോഗം ഉണ്ടാവാം, ഗുരു ശുക്ര ബുധ യോഗങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പൗർണമി ചന്ദ്രന്റെ ദൃഷ്ടി. പ്രധാനമായിട്ട് ഗവൺമെന്റ് ജോലിക്കൊക്കെ പൗർണമി ചന്ദ്രന്റെ ദൃഷ്ടി, അല്ലെങ്കിൽ സൂര്യൻ ഉച്ചത്തിൽ മേടത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ സൂര്യൻ ലഗ്നാൽ 10ാം ഭാവത്തിൽ ദിഗ്ബലം ചെയ്ത് നിൽക്കുക. ഇങ്ങനെയുള്ള സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. അതിന് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, സൂര്യൻ അതിബലം, അതാണ് അധികാരം. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം, അധികാരമില്ലാത്ത ജോലിക്ക് ഇത് നിർബന്ധമല്ല. ഇപ്പം ടീച്ചിങ് എന്ന് പറയുന്നത് അധികാരമില്ലാത്ത ജോലിയാണ്. അവർക്ക് പ്രത്യേകിച്ച് കമാൻഡിങ് പവറോ അല്ലെങ്കിൽ അധികാര നിർണയമൊന്നുമില്ല. ബാങ്കിങ് ജോലി, അതിനൊക്കെ ഗുരു മതി. അധികാരമില്ലാത്ത ഗവൺമെന്റ് ജോലികളും ഉണ്ട്, അതിന് ഗുരു. ചിലത് ശനി മതി, ഡയറക്റ്റ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് ശനി, അങ്ങനെയൊക്കെ വരാം. പക്ഷെ അധികാരമുള്ള ഗവൺമെന്റ് ജോലിക്കൊക്കെ സൂര്യന് അതീത ബലമാണ്. സൂര്യൻ പൗർണമി ചന്ദ്രന്റെ യോഗത്തിലോ ദൃഷ്ടിയിലോ വരണം. യോഗം വരില്ലല്ലോ, ദൃഷ്ടി മാത്രം. പൗർണമി ചന്ദ്രന്റെ ദൃഷ്ടിയിൽ വരണം, അതിയോഗത്തിൽ വരും, അതിയോഗം വരും. അതുപോലെ ഗുരുയോഗം സൂര്യന് വരിക, ശുക്രയോഗം വരിക, ബുധയോഗം വരിക. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുക, സൂര്യൻ ലഗ്നാൽ 10ാം ഭാവത്തിൽ നിൽക്കുക. ഈ കാര്യങ്ങളെ കൊണ്ട് സൂര്യൻ അതീത ബലവാനാവും. സൂര്യന് ശുഭത്വം വർദ്ധിക്കുമ്പോൾ അധികാരത്തോട് താല്പര്യം, അധികാരത്തിൽ ആനന്ദം ഉണ്ടാവും. ആ ജോലി നമുക്ക് കിട്ടും. പക്ഷെ ദശകള്, ഒരു ജാതകത്തിൽ ഇതൊക്കെ വന്നു, സൂര്യന് ഇതൊക്കെ വന്നു, ലഗ്നത്തിനും ബലം വന്നു. പക്ഷെ ദശകള് 6, 8, 12 നമുക്ക് ഒരു 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സമയത്ത് കിട്ടുന്ന 30 വയസ്സുള്ള ഇടയിലുള്ള ദശകളൊക്കെ 6, 8, 12 ഭാവാദിന്റെ ദശകളാണെങ്കിൽ ആ ജോലി നമുക്ക്, സൂര്യൻ എന്ത് ബലം വന്നാലും ഒരു പക്ഷെ അത് കിട്ടില്ല. അപ്പോൾ വേറെ ഇഷ്ടമില്ലാത്ത, അവിടെയാണ് നമുക്ക് തൃപ്തിക്കുറവ്, ആനന്ദമില്ലാത്ത ആളുകൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ്. അപ്പൊ ആനന്ദം ഉണ്ടാവില്ല. ഈ ജോലി നമുക്ക് കിട്ടില്ല, കിട്ടിയാലേ നമുക്ക് ആനന്ദം ഉണ്ടാവുള്ളൂ. അപ്പൊ ആനന്ദം ഇല്ലാതെ പോകുന്നതിന് കാരണം യോഗദശകൾ വരാത്തതാണ്. അതുപോലെ ചന്ദ്രന്റെ ജോലികൾ. ചന്ദ്രൻ എന്തൊക്കെയാണ്? ഭക്ഷണം, ഹോട്ടലിൽ ചന്ദ്രനും ചൊവ്വയും യോഗം ചെയ്യുമ്പോഴാണ് ഹോട്ടല്. ഭക്ഷണം, അതുപോലെ പാല്, വെള്ള വസ്ത്രങ്ങള്, വെള്ള കളറിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ജലവുമായി ബന്ധപ്പെട്ട കപ്പൽ ജോലികള്, ഷിപ്പിലെ ജോലികള്, വെള്ളവുമായി ബന്ധപ്പെട്ട ജോലികള്, ഇതെല്ലാം വന്നിട്ട് ചന്ദ്രന്റെ ജോലികളാണ്. ചന്ദ്രന് അതീവ ശുഭത്വം ഉണ്ടെങ്കിൽ, അതിശുഭത്വമുള്ള ചന്ദ്രൻ, 2 ശുഭഗ്രഹങ്ങളുടെ യോഗം ചെയ്ത് പൗർണമിയോട് അടുത്ത് നിൽക്കുന്ന ചന്ദ്രനൊക്കെ ആണെങ്കിൽ ആ ചന്ദ്രന്റെ ജോലി, കർക്കിടക രാശിക്കും ശുഭത്വമൊക്കെ ഉണ്ടെങ്കിൽ കപ്പലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികളായിരിക്കും. അതിലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം. അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുക. പക്ഷെ യോഗദശ അല്ലെങ്കിൽ അത് ചെയ്യില്ല. ഇതിങ്ങനെ എനിക്ക് ജാതകത്തിലുണ്ട്, പക്ഷെ എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗദശയില്ല. അതുപോലെ ചൊവ്വയ്ക്ക് അതീത ശുഭത്വമുണ്ട്. ചൊവ്വയുടെ ഗുരുയോഗമുണ്ട്, ചൊവ്വയ്ക്ക് ശുക്രയോഗമുണ്ട്. പൗർണമി ചന്ദ്രന്റെ ദൃഷ്ടി അല്ലെങ്കിൽ പൗർണമി ചന്ദ്രന്റെ യോഗം ചൊവ്വയ്ക്ക് ഉണ്ടെന്ന് വെച്ചാൽ, ചൊവ്വ വന്നിട്ട് ആദ്യം തന്നെ അത് ഒരു തരം സൈന്യാധിപ യോഗമാണ്, അധികാരം തന്നെയാണ്. പക്ഷെ നേരിട്ടുള്ള ഉയർന്ന അധികാരമല്ല. പോലീസ്, മിലിറ്ററി, അത് യൂണിഫോം ജോലികള്, അതുപോലെ ഡോക്ടർ, മെഡിസിൻ. ഡോക്ടർ ആവാൻ ചൊവ്വയാണ്. നിർവികാര ഗ്രഹമാണ് ചൊവ്വ. ഒരു വികാരം ഉണ്ടാവാൻ പാടില്ല. ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊന്നും നമുക്ക് യാതൊരുവിധ ടെൻഷനോ അല്ലെങ്കിൽ യാതൊരുവിധ പേടിയോ ഒന്നും വരാൻ പാടില്ല. ധൈര്യത്തിന്റെ കാരകനാണ് ചൊവ്വ, നിർവികാരത്തിന്റെ കാരകനാണ്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു തരം വികാരം ഇല്ലാതെ ചെയ്യാൻ കഴിയുള്ള എല്ലാ ജോലികളും ചൊവ്വയുടെ ഇഷ്ടത്തിനാണ്. അത് ചൊവ്വ ഹാപ്പിനെസ് തരുന്ന ജാതകങ്ങൾ, ചൊവ്വയ്ക്ക് ശുഭത്വമുള്ള ജാതകങ്ങളിൽ ഇത്തരം ജോലികളായിരിക്കും. ചൊവ്വ അതീത ശുഭത്വം ഉണ്ടോ അവർക്ക് ഇത്തരം ജോലികളിലാണ് എന്തുണ്ടാവുന്നത്? ഹാപ്പിനെസ്, സന്തോഷം, അല്ലെങ്കിൽ എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ ഒക്കെ വർക്ക് ചെയ്യുന്നത് ചൊവ്വയുമായി. സ്പോർട്സ്, വിജയം തരുന്ന ജോലികൾ, വിജയമാണ് അവിടെ പ്രധാനം. അതുപോലെ യുദ്ധം, എന്താ പറയുക, നമ്മളെ യുദ്ധമുറകൾ, ആയോധനത്തിലും ചൊവ്വ തന്നെയാണ്. ആയോധനം, യുദ്ധങ്ങള്, സ്പോർട്സ്, അതൊരു തരം യുദ്ധം തന്നെയാണ്. വിജയിയെ സൃഷ്ടിക്കുന്ന എല്ലാ തരം കാര്യങ്ങളും ചൊവ്വയുടെ
ശുഭത്വത്തിലാണ് സംഭവിക്കുന്നത്. ബുധൻ ബുധൻ ബുദ്ധി, ബുധൻ പ്രധാനമായിട്ടും വാക്കിന്റെ കാരകനാണ്. ചിത്രം, ആർട്ട്, സിനിമ, ജ്യോതിഷം, ബുധന്റേതായിട്ടുള്ള ഒരുപാട് കാരകത്വങ്ങളുണ്ട്. എഴുത്തുണ്ട്, ഗണിതമുണ്ട്. പ്രധാനമായിട്ടും ഗണിതം, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം ഹാപ്പിനെസ് തരണമെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ബുധൻ അതീത ശുഭത്വം ഉണ്ടാവും. ബുധനായിരിക്കും ശുക്രയോഗോ ഗുരുദൃഷ്ടിയോ അല്ലെങ്കിൽ ബുധൻ അതീത ശുഭത്വത്തോടു കൂടി ജാതകത്തിൽ നിൽക്കുമ്പോഴാണ് ഈ തരം ജോലികളൊക്കെ ഉണ്ടാവുന്നത്. ബുധൻ കഴിഞ്ഞാൽ ഗുരുവാണ്. ഗുരുവിന് ഞാൻ ആദ്യം പറഞ്ഞു, ബാങ്കിങ്, ധനസംബന്ധമായ ജോലികൾ, അധ്യാപനം, ചിന്താശേഷി വളർത്തുന്ന തരത്തിലുള്ള ജോലികൾ, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതെല്ലാം ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യം. ഗുരുവിന് ശിഖിയോഗം, ശനിയോഗം ഒക്കെ വരുമ്പോഴാണ് ആത്മീയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. രാഹുയോഗം വരുന്നവർക്ക്, ഗുരുവുമായിട്ട് രാഹു ചേർന്നവർക്ക് ഭൗതികവാദികളായിരിക്കും, നിരീശ്വരവാദികളായിരിക്കും. നിരീശ്വരവാദികളുടെയൊക്കെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ധനുരാശിയിലോ അല്ലെങ്കിൽ മീനരാശിയിലോ ഒക്കെ രാഹു ഉണ്ടാവും, അല്ലെങ്കിൽ ഗുരുവുമായിട്ട് രാഹു ബന്ധം വന്നിട്ടുണ്ടാവും. രാഹു ഭോഗകാരകനാണ്, കേതു വന്നിട്ട് ആത്മീയകാരകനാണ്. അപ്പൊ കേതുബന്ധം ഗുരുവിന് വരുമ്പോൾ ആത്മീയത ഉണ്ടാവും, രാഹുബന്ധം ഗുരുവിന് വരുമ്പോൾ ഭോഗസുഖങ്ങൾ അല്ലെങ്കിൽ ഭോഗകാര്യങ്ങളിലെ താല്പര്യം അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് ശുക്രനാണ്. ശുക്രൻ നമുക്കറിയാം കാമകാരകനാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും, സ്ത്രീകളുടെ വസ്ത്രങ്ങളാണെങ്കിലും അതുപോലെ മേക്കപ്പ്, ശുക്രനും ചന്ദ്രനും ചേരുന്നതാണ് മേക്കപ്പ്, സംഗീതം, പാട്ട് പാടാനുള്ള കഴിവ്. ശുക്രൻ കാമകാരകനാണ്. അതുപോലെ വണ്ടി, വീട്, അലങ്കാരം, ഇതിനൊക്കെ കാരകത്വം ശുക്രനാണ്. അപ്പോൾ ഇതിനൊക്കെ ശുക്രബന്ധം. നല്ല വീട് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആണെങ്കിൽ ചൊവ്വയ്ക്ക് അധിക ബലവും രണ്ടാമത് ശുക്രനും വരും. കാര്യം ശുക്രനാണ് ഈ മോഡി ചെയ്യുന്നതും ഇന്റീരിയർ ഡിസൈനിങ് അങ്ങനെയൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഫാഷൻ സംവിധാനങ്ങളെല്ലാം ശുക്രനുമായി. അപ്പൊ ശുക്രന്റെ ഹാപ്പിനെസ്, ശുക്രൻ കാമ സംവിധാനങ്ങളിലൊക്കെ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ശുക്രന് അതീത ശുഭത്വം ഉണ്ടാവണം. ഇപ്പൊ ശുക്രനുമായി ബന്ധപ്പെട്ട ജോലികൾ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ശുക്രനുമായി ബന്ധപ്പെട്ട ജോലികളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് ശുക്രന്റെ പൂർണ്ണ ശുഭത്വം ഉണ്ട് നിങ്ങളുടെ ജാതകത്തിൽ എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ശനിയാണ്. ശുക്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ശനി. ശനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് തരുന്ന ഗ്രഹമല്ല, ദുഃഖം തരുന്ന ഗ്രഹമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ശനി ലഗ്നത്തിൽ നിന്നൂടാ എന്ന് പറയുന്നത്. ശനി ലഗ്നം എപ്പോഴും ഹാപ്പിനെസ്സിനെ സപ്പോർട്ട് ചെയ്യണം, സന്തോഷത്തെ. എല്ലാ ജീവവർഗങ്ങളും ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. മനുഷ്യൻ മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളും. സന്തോഷമാണ് ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള എൻഡിറ്റി, അവസാനം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ കോശങ്ങളെ തന്നെ നമ്മൾ എങ്ങനെയാണ് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഇതെല്ലാം ഓരോ സ്റ്റെപ്പാണ്. വിജ്ഞാനം കഴിഞ്ഞാലേ ആനന്ദമുള്ളൂ മനുഷ്യന്. വിജ്ഞാനം നേടി അതിലൂടെ ആനന്ദം. അതിനു മുമ്പ് മനസ്സിലൂടെ വിജ്ഞാനം, വിജ്ഞാനത്തിലൂടെ ആനന്ദം. ഇങ്ങനെയാണ് നമ്മളായിട്ട് റൊട്ടേൻ. ആനന്ദമാണ് അവസാനം. അതിനാണ് സന്യാസികൾ, ഋഷിമാരും എല്ലാവരും അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ ശനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ. ശനിയുടെ കാരകത്വം തന്നെ ദുഃഖമാണ്. ആനന്ദം തരും. അതെങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് മാറണം. ശനി കേതു യോഗം വന്നു, അപ്പോൾ ശനി ആത്മീയത തരും. ആത്മീയ കാരകനിൽ പ്രധാനമായിട്ട് ഗുരുവിനേക്കാൾ പ്രാധാന്യം ഉണ്ടെന്നതിന് ശനിക്ക്. ആത്മീയ കാരകനാണ്, ഭൗതിക കാരകനേ അല്ല. അതുകൊണ്ട് തന്നെ ഭൗതികതയിൽ പോകുന്നവർക്ക് ദുഃഖം തരും, പക്ഷെ ആത്മീയതയിൽ പോകുന്നവർക്ക് ഒരിക്കലും ശനി ദുഃഖം തരില്ല. അതാണ് പ്രധാനം. ആത്മീയത എത്ര ശനിക്ക് ദോഷങ്ങളെ നമ്മൾ ശമിപ്പിക്കുന്നത് ആത്മീയത വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. കാര്യം മനസ്സിലെ സ്ഥായി ഭാവത്തെ, കാമത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ടാണ് ശനിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കാര്യം ശനി നമ്മുടെ ഇച്ഛയിലാണ്, നമ്മുടെ ആഗ്രഹത്തിലാണ്, നമ്മുടെ കാമത്തിലാണ് എന്ത് ചെയ്യുന്നത്, ദോഷം വരുത്തുന്നത്. അപ്പൊ ആ ദോഷം വരുത്തുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും. ദുഃഖം ഉണ്ടാകുമ്പോൾ സന്തോഷം നഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ കോശങ്ങളൊക്കെ നശിക്കും, ജരാനരകൾ ബാധിക്കും, നമുക്ക് ആകെ ഒടിഞ്ഞു തൂങ്ങി ഒന്നിനും കഴിയാത്ത രീതിയിൽ ശനി നമ്മളെ ഒതുക്കിക്കളയും. അപ്പൊ ശനിയുടെ ഒരു ലഗ്നത്തിലേക്ക് ശനി നിന്ന് കഴിഞ്ഞാൽ ഒരു ഉന്മേഷവും ഉഷാറും എനർജിയും ഒന്നും ഉണ്ടാവില്ല. ശുഭത്വം ഉണ്ടെങ്കിൽ വേറെയാണ്. ശനിക്ക് ഗുരുദൃഷ്ടിയോ ശുക്രയോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും. അല്ലാതെ പാപനായി രാഹു വരും കൂടി ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാപത്വം കൂടുകയാണെങ്കിൽ ആ ശനി സർവനാശം വരുത്തും. ദുഃഖം എന്ന് മാത്രമല്ല, സർവ്വ ദുഃഖം വരുത്തും, എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും വരുത്തും. അതാണ് ശനിയുടെ ഒരു പ്രധാനം. ശനി ദുഃഖകാരകനാണ് എങ്ങനെയുള്ളവർക്ക്, ഭൗതിക ജീവിതം നയിക്കുന്നവർക്ക്. അതേസമയം ശനി യോഗകാരകനാവും എങ്ങനെ, ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക്. ശനി കേതു ബന്ധം, ശനി ഗുരു കേതു ബന്ധം വന്നാലൊക്കെ നമുക്ക് സന്യാസം പോലുള്ള ആത്മീയതയിൽ വളരെയധികം ആനന്ദം കിട്ടും. അപ്പൊ ആത്മീയാനന്ദത്തിന് ശനി പ്രദാനം ചെയ്യും, പക്ഷെ ഭൗതികാനന്ദം ശനി പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശനി ഭൗതിക ജീവികൾക്കൊക്കെ ദുഃഖകാരകൻ തന്നെയാണ്.
കാര്യം ഇച്ഛകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ശനി വന്നിട്ട് പല രീതിയിലും തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പൊ ശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് രാഹു കേതുക്കളാണ്. അവർക്ക് പ്രത്യേകിച്ച് കാരകത്വം ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ട് രീതിയിലുള്ള കാരകത്വം. ഒന്ന്, രാഹു ഭൗതിക കാരകനാണ്, കേതു ആത്മീയ കാരകനാണ്. അപ്പൊ കേതു ബന്ധം വരുന്ന ശനിയോ, കേതു ഒറ്റയ്ക്ക് വർക്ക് ചെയ്യില്ല. കേതു ബന്ധം വന്ന ശനിയോ, കേതു ബന്ധം, അതായത് അത് വളരെ ആഴത്തിലും വളരെ ബൃഹത്തരമായി നിൽക്കുന്ന രണ്ട് ശക്തികളാണ് രാഹു കേതു. പക്ഷെ ഇത് രണ്ട് രീതിയാണ്. രാഹുവിന് ആഴവും ബൃഹത്തരവുമായിരിക്കുന്നത് ഭൗതികമാണ്, ആഗ്രഹങ്ങളാണ്, ഇച്ഛകളാണ്, കാമനകളാണ്, സുഖജീവിതത്തെക്കുറിച്ചാണ്, ഭൗതികവാദത്തെക്കുറിച്ചാണ് കേതു. രാഹു. അതേസമയം കേതു ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ആത്മീയ വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള അറിവും ആത്മീയ വിഷയത്തിലെ ആഴത്തിലുള്ള ചിന്താഗതിയും അതിനെ ബൃഹത്തരമായി മനസ്സിലാക്കാനുള്ള ഇതെല്ലാം വന്ന് കേതുവാണ്. കേതു ശനി ഗുരു ബന്ധമൊക്കെ വരുന്നവർക്കാണ് ഇത് വളരെ പുതിയ പുതിയ കാര്യങ്ങൾ ആത്മീയ വിഷയങ്ങളിൽ വളരെയധികം ഉയർച്ച നേടാനും മറ്റൊക്കെ കഴിയുന്നു. അപ്പോൾ ഓരോ ഗ്രഹങ്ങളും അതിന്റെ കാരകത്വങ്ങളും അതിന്റെ സന്തോഷം തരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജാതകത്തിലെ ഏറ്റവും ഫലം തരുന്ന, ഏറ്റവും ശുഭത്വം തരുന്ന ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന്റെ കാരകത്വമായിരിക്കും നമ്മുടെ ജീവിതം മൊത്തം നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടും. ചില ആളുകള് അധികാരത്തെ ആയിരിക്കാം, സൂര്യൻ ബന്ധപ്പെട്ട അധികാരം ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നവർക്ക് അവർക്ക് എപ്പോഴും ഒരു കമാൻഡിങ് പവർ, അവര് വിചാരിക്കുന്ന അവർക്ക് ആനന്ദം തരുന്നത് മറ്റൊരാളെ കമാൻഡ് ചെയ്യുമ്പോഴായിരിക്കും. സൂര്യൻ ബലമുള്ള ഒരാളെ എപ്പോഴും ഒരാളെ വിളിക്കാം, ഇവിടെ വാ എന്ന് പറയുള്ളൂ. ഇവിടെ വാ എന്ന് പറയുന്ന അതായത് ഓർഡർ ഫോമിൽ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. കാര്യം അയാൾ ഒരു കമാൻഡറാണ്. ചൊവ്വയാണെങ്കിലും അങ്ങനെ തന്നെ. സൂര്യൻ അധികാര രൂപത്തിലാണ് വിളിക്കാം, ആളെവിടെ വരണം എന്ന് പറയും. പോലീസുകാർ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അധികാരി മന്ത്രിമാർ സംസാരിക്കുമ്പോൾ അല്ലേ. അപ്പൊ അവരുടെ അധികാരഭാവം, സൂര്യന്റെ ബലം, ലഗ്നവുമായി സൂര്യന് ബന്ധപ്പെട്ടവര്, ഗുരു, അതുപോലെ ഗുരുവിന്റെ ബലം, അധ്യാപന സ്വഭാവം, ഗുരു അധ്യാപനം, ബാങ്കിങ്, ധനവുമായി ബന്ധപ്പെട്ട ചിന്ത, ഇതെല്ലാം ഗുരുവിന്റെ ശുഭത്വമാണ്. അധ്യാപനം തരുന്നത്, ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടത്, ആത്മീയതയുമായി ബന്ധപ്പെട്ടത്, ഭൗതിക ജീവിതത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടത്, ആരോഗ്യമായി ബന്ധപ്പെട്ടതൊക്കെ ഗുരു തരുന്നതാണ്. ആരോഗ്യത്തിൽ ചൊവ്വ, ഗുരു, സൂര്യൻ, ഇതിനൊക്കെ ബന്ധമുണ്ട്. കാര്യം ചൊവ്വ വന്നിട്ട് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസിന് അത്ര പ്രാധാന്യം കൊടുക്കുന്ന ഫയൽവാന്മാര്, മറ്റേ കുങ്ഫു കരാട്ട പഠിക്കുന്നവര്, സ്പോർട്സ്മാൻമാര്, മിലിറ്ററി, പോലീസ് ഒക്കെ ചൊവ്വയ്ക്ക് ബലം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അപ്പൊ ഓരോ ഗ്രഹങ്ങളും ശുഭത്വം എത്ര ഉണ്ടോ ജാതകത്തിൽ അതിനനുസരിച്ചാണ് ആ ഗ്രഹങ്ങളുടെ കാരകത്വത്തിന്റെ നമുക്ക് ഹാപ്പിനെസ്, സന്തോഷം, ആ ഗ്രഹകാരകത്വം കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന പ്രവൃത്തിയായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക ചെയ്യാൻ. പക്ഷെ ചില ആളുകൾക്ക് എന്ത് പറ്റും, ഈ ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എനിക്ക് ജ്യോതിഷം വളരെ ഇഷ്ടമാണ്, 10-35 വർഷത്തെ പ്രയത്നം ജ്യോതിഷത്തിലുണ്ട്. പക്ഷെ അത് സജീവമായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് പറ്റണം, നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ ഒതുക്കി വരണമെങ്കിൽ നമ്മുടെ ജാതകത്തിലെ ദശകൾ അനുകൂലമാണ്. എങ്ങനെയാണ് എല്ലാവരുടെയും നമുക്ക് ഇഷ്ടപ്പെട്ട, മിക്കവാറും പഠിച്ച ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച ആൾ ഒരു പക്ഷേ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ അധ്യാപനമായിരിക്കും, അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ഫീൽഡിലായിരിക്കും, ചിലപ്പോൾ ബാങ്കിൽ പോയി ബാങ്കിങ് സെക്ഷനിൽ അക്കൗണ്ടന്റ് ആയിരിക്കുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് ഒരിക്കലും എല്ലാവരും ഇഷ്ടപ്പെട്ട തൊഴിൽ അല്ലെങ്കിൽ പഠിച്ച തൊഴിൽ ചെയ്യുക, ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുന്ന 20% ആളുകളെ പറ്റുള്ളൂ. ഏത് ഗ്രഹത്തിനാണോ അധിക ബലം, ഇപ്പൊ ഡോക്ടർ ആവണമെങ്കിൽ ചൊവ്വയ്ക്ക് അതീവ ശുഭത്വം വേണം, കൂടെ ഗുരു, കഴിഞ്ഞിട്ട് സൂര്യൻ. ഈ എപ്പോഴും 3 ഗ്രഹങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഒരു തൊഴിൽ നിർണ്ണയിക്കപ്പെടുക. അപ്പൊ ചൊവ്വ, ഗുരു, സൂര്യൻ. അപ്പൊ ചൊവ്വ അതീത ശുഭത്വം, നിർവികാര ഗ്രഹമായ ചൊവ്വ നമുക്ക് ഇംഗ്ലീഷ് മെഡിസിന് വളരെ അത്യാവശ്യം. അതേ ആയുർവേദത്തിന് വന്നിട്ട് ഗുരു, ചൊവ്വ, സൂര്യൻ മതി. ഹോമിയോപ്പതി ഇതൊക്കെ വന്നിട്ട് ചൊവ്വയ്ക്ക് സെക്കൻഡറി പ്രാധാന്യം വന്നാൽ മതി, പക്ഷെ ഗുരുവിന് പ്രാധാന്യം വരണം. അപ്പോൾ ചൊവ്വയ്ക്ക് അധിക പ്രാധാന്യം ഉണ്ടെങ്കിൽ നിർവികാരമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാൻ ചൊവ്വ സമ്മതിക്കും. അപ്പൊ നമുക്ക് സന്തോഷം കിട്ടുന്നത് ജാതകത്തിൽ ഏത് ഗ്രഹമാണോ ഏറ്റവും ബലമുള്ളത്, ഏറ്റവും ശുഭത്വമുള്ളത്, ബലം മീൻസ് ഇത് മാത്രമല്ല, പ്രധാനമായും ശുഭഗ്രഹങ്ങളോടുകൂടി ബന്ധം വന്നതും അതുപോലെ തന്നെ സ്ഥാനബലമുള്ളതും, ഉച്ചം, സ്വക്ഷേത്രം, കേന്ദ്രം, അങ്ങനെയുള്ള ത്രികോണം, അങ്ങനെയുള്ള സ്ഥാനബലങ്ങൾ, ഇഷ്ടക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ. അത് സ്ഥാനബലം നമ്മൾ വേറെ ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് ഇനിയൊരു ക്ലാസ്സിൽ ചെയ്യാം.
സ്ഥാനബലത്തിന്റെ പ്രാധാന്യം. ഇപ്പൊ സ്ഥാനബലം ഏറ്റവും വർദ്ധിച്ചു നിൽക്കുന്ന ഗ്രഹത്തിന് തന്നെയാണ്. ഇപ്പൊ രണ്ട് ഗ്രഹത്തിന് ഏകദേശം ഒരേപോലെ ഗുരുവിന്റെ ദൃഷ്ടി വന്നു എന്ന് നോക്കിയാൽ, പക്ഷെ അതില് സ്ഥാനബലം ഏത് ഗ്രഹത്തിനാണ് ഉള്ളത് ആ ഗ്രഹത്തിന്റെ പ്രവൃത്തിയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സന്തോഷം എന്ന് പറയുന്ന, ലോകം തേടുന്ന, മനുഷ്യൻ ജനിച്ചത് മുതൽ തേടിക്കൊണ്ടിരിക്കുന്ന, എന്തിനാണ് ജീവിക്കുന്നത്, പലരും ചോദിക്കും എന്തിനാ ഞാൻ ജീവിക്കുന്നതെന്ന് തന്നെ അറിയില്ല, എന്തിനാ ജനിച്ചത് എന്നറിയില്ല. ജനിച്ചത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. ആത്യന്തിക ലക്ഷ്യം സന്തോഷമാണ്, ആനന്ദമാണ്. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നമയം, പ്രാണമയം, മനോമയം, അതുപോലെ വിജ്ഞാനമയം, ആനന്ദമയം. ഇതാണ് റൂട്ട്. ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ കോശങ്ങൾ വർക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമുക്ക് ആനന്ദിക്കാൻ പറ്റുക, സംതൃപ്തി ഉണ്ടാവുക, തൃപ്തിയായിട്ട് ജീവിക്കുക, ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുക. എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന 4 ഹോർമോണുകളും നമുക്ക് വളരെയധികം ശക്തമായി വർക്ക് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ എത്തുന്നതാണ് ഏറ്റവും സന്തോഷകരമായ ജീവിതം. അതിന് ലഗ്നത്തിന് നല്ല ബലം വേണം, നല്ല ശുഭദശകൾ 1, 5, 9 ഭാവാധിപന്മാരുടെ ദശ വേണം. ഗ്രഹങ്ങൾ പാപത്വം ഇല്ലാതെ ഏറ്റവും ശുഭഗ്രഹങ്ങൾ നമുക്ക്, അതിന്റെ തൊഴിൽ തന്നെ നമുക്ക് കിട്ടണം. ഇത് 3ഉം കൂടി ചേരുമ്പോഴാണ് നമ്മൾ വളരെ സന്തോഷവാനായി, ആനന്ദവാനായിരിക്കുക. ഒരുപക്ഷെ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനേക്കാൾ ആനന്ദവാനായിരിക്കുന്ന പലരും ഉണ്ടാവാം. ഈ സന്യാസിമാരൊക്കെ അതിനൊക്കെ ഉദാഹരണങ്ങളാണ്. അത് ഞാൻ ഈ ആനന്ദത്തിന്റെ ചെലവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ആനന്ദത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നതെങ്കിലും മിക്കവർക്കും ആനന്ദം ഉണ്ടാവലില്ല. ജാതകത്തില് അതുപോലെ ആയിരിക്കും. കാര്യം അവർക്ക് ഏറ്റവും പ്രധാന ശുഭത്വമുള്ള ഗ്രഹത്തിന്റെ ഇഷ്ടപ്പെട്ട കാരകത്വ വർക്കുകൾ ചെയ്യാൻ സാധിക്കാതെ വരും. നല്ല ദശകൾ കിട്ടായോ അല്ലെങ്കിൽ ലഗ്നത്തിന് ബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് വേണ്ടത്ര ആനന്ദത്തിന്, നമുക്ക് ആനന്ദമുള്ള പ്രവൃത്തി അപ്പുറത്തുണ്ടാവും, പക്ഷെ നമുക്കത് സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാതെ നമ്മൾ പല പ്രവൃത്തികളും, ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച് മരിക്കേണ്ട അവസ്ഥ വരും. ഇതിനെല്ലാം നമ്മുടെ മുന്നിൽ തന്നെയുള്ള ജാതക ഉദാഹരണങ്ങളാണ്. നമസ്തേ.